നമസ്കാരം. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് 2025 ധനലാഭത്തിൻ്റെ ധനഭാഗ്യത്തിൻ്റെ സമയമാണ്. 2025 തുടങ്ങി ഇത്രയും സമയമായിട്ടും അതൊന്നും നേടിയില്ലല്ലോ, അതൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഭാഗ്യവുമായിട്ടാണ് ഈ വർഷത്തെ ഓണം ബമ്പർ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ വലിയ ഒരു തുക നേട്ടമായി, ഭാഗ്യമായി, കടാക്ഷമായി ലഭിക്കുവാൻ യോഗം സിദ്ധിച്ചിട്ടുള്ള 6 നക്ഷത്രക്കാരുണ്ട്. ഇതിനോടകം നിങ്ങൾ ഏവരും ലോട്ടറി എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇനി അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചെടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഈ 6 നക്ഷത്രക്കാരായ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലോട്ടറി എടുത്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. കാരണം എന്തെന്നാൽ അതിൽ നിന്ന് വളരെ വലിയ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. ഈ 6 നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യം ധാരാളമായി പറഞ്ഞിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അത് മഹാഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സമ്മാനമൊന്നുമല്ല, വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടം, മാറ്റം ഇത് വന്നു ചേരാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണം ബമ്പർ ലോട്ടറിയിൽ നിന്ന് വളരെ വലിയ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്, ഏകദേശം 6 നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്ന സമയമായതിനാൽ ലോട്ടറിയിൽ വളരെ വലിയ ഒരു തുക ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്, ഉണ്ടാകുമെന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കും. കാരണം ചന്ദ്രനെ പോലെ ആ തേജസ്സോടുകൂടി ജ്വലിക്കാനുള്ള ഒരു ഭാഗ്യമുള്ളപ്പോൾ 10 പേരെ അറിയാനും കയ്യിലേക്ക് കുറച്ച് ധനം വന്നു ചേരാനൊക്കെയുള്ള സാധ്യതയും ഭാഗ്യവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോട്ടറിയിൽ നിന്ന് ധനം വന്നു ചേരാനുള്ള ഭാഗ്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് ചിത്തിരയാണ്. ശുക്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ചിത്തിര നക്ഷത്രക്കാർക്കും വളരെ വലിയ ഒരു ധനലാഭം, ധനനേട്ടം പറഞ്ഞിരിക്കുന്ന സമയമാണ്. അതും ലോട്ടറിയിൽ നിന്ന് വളരെ വലിയ ഒരു തുക ലഭിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ആയില്യം നക്ഷത്രമാണ് മൂന്നാമത്തേതായി വരുന്നത്. ബുധൻ്റെ സ്വാധീനം ഉള്ളതിനാൽ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും നല്ല ഒരു ഭാഗ്യ സമയമായതിനാൽ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ഭാഗ്യം ലഭിക്കുവാനുള്ള ഒരു സമയം കൂടിയാണിത്. ഇനി ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വന്നു ചേരും. പ്രത്യേകിച്ച് ലോട്ടറിയുടെ, അതായത് ഭാഗ്യപദ്ധതി പരീക്ഷണങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിൽ നിന്നും വളരെ വലിയ ഒരു തുക ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. മറ്റും ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ളതാണല്ലോ ലോട്ടറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിയാകാൻ നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഇനി അനിഴം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും വ്യാഴത്തിൻ്റെ സ്വാധീനം ധനപരമായ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നതിനാൽ തന്നെ ലോട്ടറിയിൽ നിന്ന് വളരെ വലിയ ഒരു തുക സമ്മാനമായി ലഭിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും കാണുന്നുണ്ട്. ഇനി ചതയമാണ് അടുത്ത നക്ഷത്രം. ശനിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അത് ലഭിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ലോട്ടറിയിൽ നിന്ന് ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ലോട്ടറി എടുക്കാവുന്നതാണ്. ഇവിടെ ശനിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ചെറുതോ വലുതോ ഒരു തുക നിങ്ങൾക്കും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം വളരെ അനുകൂലമായി ഉള്ളതിനാൽ തന്നെ ജോലിക്കും ഉത്തമമായ സമയമാണ്. നിലച്ചിരിക്കാതെ ജോലിക്കുള്ള അപേക്ഷകളൊക്കെ അല്ലെങ്കിൽ ജോലിക്കുള്ള അറിയിപ്പുകളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിയുന്നതിന് മുന്നേ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഈ നക്ഷത്രങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില രാശിക്കാർക്കും ഈ ഒരു ഭാഗ്യസമയമാണ്. അതായത് രാശി വെച്ച് നോക്കുമ്പോൾ ചില രാശിക്കാർക്കും 2025 ബമ്പർ ഒരു ഭാഗ്യം, അതായത് ലോട്ടറിയിൽ നിന്ന് നല്ല ഒരു ഭാഗ്യവും നേട്ടവും ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതിൽ ആദ്യത്തെ രാശി ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥാനം വളരെ ശക്തമായതിനാൽ തന്നെ അപ്രതീക്ഷിത ധനലാഭമാണ് കാണുന്നത്. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത അത്ര ധനം, അതായത് എനിക്ക് ഇത്രയും കിട്ടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത്രയ്ക്കുള്ള ഒരു ധനം നിങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പൂർത്തീകരിക്കാതെ പോയ ചില വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അത് മക്കളോടായിരിക്കും, ചിലത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ മാതാപിതാക്കളോടായോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ നൽകിയ വാഗ്ദാനം, അത് അന്ന് ആ ഒരു സമയം വാഗ്ദാനം കൊടുത്തു, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയതിൻ്റെ ഖേദം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ, അതും ധനം കൊണ്ടുള്ള ആ വാഗ്ദാനം പ്രാവർത്തികമാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
ഈ തുലാം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ ശുക്രന്റെ അനുഗ്രഹമാണ് തുലാം രാശിക്കാർക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടം, അത് നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന നേട്ടം മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള ചില സമ്മാന പദ്ധതികളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത വേളയിൽ ലഭിക്കുന്ന ചില സമ്മാനങ്ങൾ പോലെ കയ്യിലേക്ക് വളരെ വലിയ ഒരു ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അത് പൂർവിക സ്വത്തുക്കളായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അത് മറ്റൊരാളുടെ പേരിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നത് പോലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ലോട്ടറിയിൽ നിന്ന് ഒരു തുക ലഭിക്കാനുള്ള ഭാഗ്യം, അതും അപ്രതീക്ഷിതമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന വേളയിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. ഇനി കന്നിരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ വ്യാഴത്തിന്റെ സ്വാധീനം ഉള്ളതിനാൽ തന്നെ അവിടെയും സമ്പത്ത് വന്നു ചേരണം എന്നതാണ്. വ്യാഴം സമ്പത്തിന്റെ ദേവനാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം കൂടി ഉള്ളതിനാൽ തന്നെ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം വന്നേ മതിയാകും. ഇവിടെ നമ്മൾ ലോട്ടറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ഒരു ധനം വന്നു ചേരാൻ, അപ്രതീക്ഷിതമായി നല്ല ഒരു തുക കയ്യിലേക്ക് എത്തി കടങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കടങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാനുള്ള ഭാഗ്യവും ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി മിഥുനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ബുധൻ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ തന്നെ സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകും. വിദ്യ കൊണ്ട് വിജയം ഉണ്ടാകും, ഉന്നത പദവികൾ അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടാകും, കീർത്തി ഉണ്ടാകും. പഠിത്തത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിലും മുന്നോട്ട് വരാൻ സാധിക്കും. പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച ആളുകളാണെങ്കിൽ പോലും തുടർ പഠനത്തിനായുള്ള ഭാഗ്യം വന്നു ചേരും. ഇങ്ങനെയുള്ള വളരെ നല്ല ഒരു സമയത്തിലാണ് ഈ നക്ഷത്രക്കാരും രാശിക്കാരും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് ലോട്ടറി ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിൽ ഒരു വളരെ വലിയ നേട്ടവും ഭാഗ്യവും ഉണ്ടാകേണ്ട സമയമാണെന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലോട്ടറിയൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതിന് തുക കൂടുതലാണ് എടുക്കുന്നതിന് എങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിന് മുതിരാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. കാരണം അതിൽ നിന്ന് നല്ലൊരു തുക ലഭിക്കാനുള്ള ഭാഗ്യം, കാരണം ഗ്രഹങ്ങൾ അനുകൂലമാകയാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ ആനുകൂല്യം ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇനി എത്ര അറിഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിൽ നിന്നൊരു ആനുകൂല്യം നമ്മൾക്ക് കിട്ടണമെന്നില്ല. ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ നിന്ന്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഗുണാനുഭവങ്ങൾ ലഭിച്ചേ മതിയാവും. അതാണ് ഗ്രഹസ്ഥിതി അനുകൂലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാണ്. ധനലാഭം, ധനഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. ഒരു ധന നേട്ടം അല്ലെങ്കിൽ ധനത്തിൻ്റെ ഒഴുക്കിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിത മേഖലകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത അത്ര ധനം, അതായത് ചിരിയും പിടിയൊന്നുമല്ല, നല്ലൊരു ധനം കയ്യിലേക്ക് എത്തപ്പെടും എന്നതാണ് ഈ ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ ഫലമായി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണം ബമ്പർ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എടുക്കുന്ന വേളയിൽ നെഗറ്റീവ് ചിന്തകളിലേക്ക് മനസ്സ് പോകാതെ പോസിറ്റീവായി എനിക്കിതിലൊരു വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ എടുക്കാനായി ഏവരും ശ്രമിച്ചു നോക്കുക. ഫലമുണ്ടാകും. കാരണം ഫലം വന്നു ചേരേണ്ട ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.